ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിങ്ങനെ താരതമ്യമായി മഹേഷ് നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററെത്തിയ മലയാള സിനിമയാണ് പേട്രിയറ്റ്. ചിത്രം രണ്ടാമത്തെ തിങ്കളാഴ്ച കൂടിയ 11ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 10ാം ദിവസം എന്ന ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,11 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കേരള കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 27,26 ലക്ഷം രൂപയാണ്. വേൾഡ് കളക്ഷൻ 75 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഷെയ്ൻ നിഗം നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററെത്തിയ മലയാള സിനിമയാണ് ദൃഢം. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ സിനിമ 3ാം ദിവസം എന്ന ഞായറാഴ്ച കേരളത്തിൽ 84 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 2,27 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 3 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നില്ലെങ്കിലും 3.5 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. കിരൺ നാരായണൻ സംവിധാനം ചെയ്ത് മെയ് 8 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് റിവോൾവർ റിംഗോ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അഞ്ജലി നായർ, നിരഞ്ജൻ, ലാലു അലക്സ്, മറീന, വിജിലേഷ് കരയാട് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ ചിത്രം ഇന്നലെ ഞായറാഴ്ച 4,20,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത്. ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 16 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മെയ് 8 തിയേറ്ററിലെത്തിയ 3ാമത്തെ മലയാള സിനിമയാണ് അംഗം അട്ടഹാസം. സുജിത്ത് എസ് നായർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൈജു കുറുപ്പ്, ഷൈൻ ടോം ചാക്കോ, നന്ദു ആനന്ദ്, MA നിഷാദ്, സൂരജ് നായർ, അംബിക എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ ചിത്രം 3ാം ദിവസം എന്ന ഞായറാഴ്ച കേരളത്തിൽ 3,55,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കേരള കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് 17,10,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 10 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. കഴിഞ്ഞ ദിവസം OTT റിലീസ് പൂർത്തിയാക്കിയ ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 15 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 31 ദിവസം കൊണ്ട് കേരളത്തിൽ 27,85 ലക്ഷം രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് 50 കോടി പോസ്റ്ററും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT സ്ട്രീമിംഗ് ആരംഭിച്ച വാഴ 2വിന്റെ ഇന്നലെ ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 5 ലക്ഷം രൂപ ഈ സിനിമയും കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച കളക്ഷനാണ് ഈ സിനിമ നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. 129 കോടി 50 ലക്ഷം രൂപയാണ് 39 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് കളക്ഷൻ 234 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. വിഷു റിലീസായി ഏപ്രിൽ 15 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. കുഞ്ചാക്കോ ബോബൻ നായകനായി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ 26 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2,33 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് കളക്ഷൻ 3,10 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഈ സിനിമയുടെ OTT റിലീസിംഗ് തീയതി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന മെയ് 13 നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമയുടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിനടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദുരന്തർ 2വിന്റെ OTT റിലീസിംഗ് തീയതിയും പുറത്തു വന്നിട്ടുണ്ട്. മെയ് 15 ഈ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ജിയോ ഹോട്ട്സ്റ്റാറും വിദേശത്ത് നെറ്റ്ഫ്ലിക്സുമാണ് ഈ സിനിമയുടെ OTT റിലീസ് ചെയ്യുന്നത്. കേരളത്തിൽ 19 കോടി 51 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 1,368 കോടി 10 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 426 കോടി 55 ലക്ഷം ഉൾപ്പെടെ 1,794 കോടി 65 ലക്ഷം രൂപയാണ് ഇന്നലെ ഞായറാഴ്ച വരെ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഹൃദേശ് ദേശ്മുഖ് തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 30 തിയേറ്ററിലെത്തിയ രാജാ ശിവാജി എന്ന ബോളിവുഡ് സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് 57 കോടി 70 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. 8ാം ദിവസം 3 കോടി 50, 9ാം ദിവസം 6 കോടി 30, 10ാം ദിവസം 7 കോടി 60 എന്നിങ്ങനെ 75 കോടി 10 ലക്ഷം രൂപയാണ് ആദ്യ 10 ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യയിൽ നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമ നിലവിൽ വിദേശത്ത് റിലീസ് ചെയ്തിട്ടില്ല. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.